ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ അയാൻകുട്ടിയും ഹമ്മൂദും കൂടിയും പോണത് കുഴിയാനേനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് കുഴിയാനൻ്റെ കുഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ കുഴിയാനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്ന് പോണത്. അപ്പോൾ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്തും ഇപ്പോഴും കുഴിയാനൻ്റെ കുഴിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തോണ്ടി നോക്കാറുണ്ട്, കുഴിയാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് കയ്യിലൊക്കെ ഇട്ടിട്ട് ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അത് പുറകിലേക്കൊക്കെ നടക്കണത് കാരണം ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് പോണത്. അയാൻകുട്ടി ഒരുപാട് തോണ്ടിയതിന് ശേഷമാണ് കേട്ടോ അവന് കുഴിയാനനെ കിട്ടിയത്. പിന്നെ ഹമ്മൂദും തന്നെ ആ ഭാഗത്തുണ്ടെന്നും പറഞ്ഞിട്ട് അവനും അതേപോലെ അവിടെ തോണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ കുഴിയാനൻ്റെ ആ കൊക്കോണ് വിരിഞ്ഞിട്ടാണോ തുമ്പി ഉണ്ടാവണത്? തുമ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇങ്ങനെ അതിൻ്റെ വാലുമ്മ നൂലൊക്കെ കെട്ടി കല്ലൊക്കെ എടുപ്പിച്ചിരുന്ന ഈ തുമ്പിനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എന്നാൽ ഈ തുമ്പിക്ക് ഈ കുഴിയാനയിൽ ലാർവ വിരിഞ്ഞിട്ടല്ല ഈ തുമ്പി ഉണ്ടാവുന്നത്. ഇതിൻ്റെ മുട്ടകൾ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ചെടികളുടെ മുകളിലും പിന്നെ വെള്ളമുള്ള സ്ഥലത്തൊക്കെയാണ് കേട്ടോ തുമ്പികൾ മുട്ടയിടാറ്. കുഴിയാന വിരിഞ്ഞുണ്ടാവുന്ന തുമ്പിയാണ് ഈ തുമ്പി. ഇതിൻ്റെ പേരാണ് കുഴിയാനത്തുമ്പി അഥവാ ആൻഡ് ലയൺ. ഈ തുമ്പിയാണ് കുഴിയാന വിരിഞ്ഞാലുണ്ടാവുക. അതിൻ്റെ ഷേപ്പും അതിൻ്റെ സ്ട്രെങ്ത്തൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ മറ്റേ തുമ്പികളെ അപേക്ഷിച്ച്. പിന്നെ ഈ കുഴിയാനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ കുഴിയാന മാംസബുക്കാണ് കേട്ടോ. അത് ചെറിയ പ്രാണികളെ, ഉറുമ്പ് അതൊക്കെയാണ് കേട്ടോ അത് തിന്നാറ്. മറ്റേ തുമ്പി അതുപോലെ തന്നെയാണ്. പകൽ സമയത്തൊക്കെ ഈ കുഴിയാന വിരിഞ്ഞുണ്ടാവുന്ന തുമ്പികൾ ഇങ്ങനെ ആക്റ്റീവ് ഒന്നും ആവില്ല. പക്ഷേ രാത്രി ആയി കഴിഞ്ഞാൽ ചെറിയ പ്രാണികളൊക്കെ വരുന്ന സമയത്ത് ഇവർ ആക്റ്റീവ് ആകും. എന്നിട്ട് ആ ചെറിയ പ്രാണികളൊക്കെയാണ് കേട്ടോ അവർ തിന്നാറ്. കുഴിയാന അതുപോലെ തന്നെയാണ് കേട്ടോ. കുഴിയാനൻ്റെ കുഴി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മരണക്കിണർ മോഡലാണല്ലോ. അത് ശരിക്കും ഒരു മരണക്കിണർ തന്നെയാണ് കേട്ടോ. അതിൻ്റെ മുകളിലൂടെ വല്ല ചെറിയ പ്രാണികളോ ഉറുമ്പൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ തരി വീണിട്ട് ആ ഉറുമ്പ് ആ കുഴിയിലേക്ക് വീഴും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിൽ ആ കുഴിയാന ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ കുഴിയാനൻ്റെ മുന്നിൽ ഒരു തുമ്പി പോലെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ആൻറ്റിന്, അത് വെച്ചിട്ട് അത് ഈ ഉറുമ്പിൻ്റെ മേത്തോ അല്ലെങ്കിൽ ചെറിയ പ്രാണിയാണെങ്കിൽ അതിൻ്റെ മേത്ത് ഒരു വേനം ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആന്തരിക അവയവങ്ങളൊക്കെ ഒരു ദ്രാവക രൂപത്തിലായി മാറുകയും പിന്നെ ആ ദ്രാവകം വലിച്ച് കുടിക്കുകയാണ് കേട്ടോ ഈ കുഴിയാന ചെയ്യാറ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രാക്കുള മോഡൽ തന്നെ. പിന്നെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ, ഈ കുഴിയിൽ കിടക്കുന്ന ബാക്കിയുള്ള അവശിഷ്ടങ്ങളൊക്കെ അതിൻ്റെ മുന്നിലത്തെ ആ തുമ്പി കൊണ്ട് അത് പുറകിലിട്ട് ആ കുഴീൻ്റെ പുറത്തേക്ക് തട്ടിയിടുകയാണ് കേട്ടോ ചെയ്യാറ്. ശരിക്കും ഈ കുഴിയാനകളുടെ ഒരു ഭീകര വേർഷൻ, അതിൻ്റെ രീതിയിലുള്ളൊരു ഇരപിടുത്താണ് അത്. മാത്രമല്ല കേട്ടോ, ഈ കുഴിയാനകൾക്ക് ഒരു 4 മാസം വരെയൊക്കെ ഫുഡൊന്നും കഴിക്കാതിരിക്കാനും കഴിയും കേട്ടോ. അവസാനം ഇത് നൂലും മണ്ണും സിൽക്ക് പോലത്തെ ഒരു നൂലൊക്കെ വെച്ചിട്ട് ഒരു കൊക്കൂൺ ഉണ്ടാക്കിയതിന് ശേഷം ആ കൊക്കൂണ് വിരിഞ്ഞിട്ടാണ് പിന്നീട് കുഴിയാനത്തുമ്പിയായി മാറുന്നത് കേട്ടോ. നമ്മുടെ കൊക്കൂണ് കാണുമ്പോൾ ചെറുതാണെങ്കിലും അതിൽ നിന്ന് വരുന്ന തുമ്പി കുറച്ച് വലിയ തുമ്പിയായിട്ടുണ്ടാവും കേട്ടോ. അതിന് 4 ചിറകുകളൊക്കെ ഉണ്ടാകും. പിന്നെ മുന്നിൽ അതുപോലെ ഒരു ആൻറ്റിനയൊക്കെ ഉണ്ടാവും കേട്ടോ. അത് മറ്റേ തുമ്പിനേക്കാളും വ്യത്യസ്തമായിരിക്കും, കാണാനും കാഴ്ചക്കൊക്കെ അത് വ്യത്യസ്തമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഹമ്മൂദ് കുഴിയാനനെയൊക്കെ പിടിച്ച് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം നിങ്ങളെ ലൈക്കും കമൻറ്റും ആയിക്കോട്ടെ. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.